പോസിറ്റീവ് പരിപാടിയിലേക്ക് സ്വാഗതം. ഈ പരിപാടികൾ കണ്ടതിന് ശേഷം നിങ്ങൾ നൽകുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും കൂടുതൽ മേഖലകളെക്കുറിച്ച് ചിന്തിപ്പാനായി ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. പല മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വിവിധ പ്രശ്നങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാറുണ്ട്. ഈയിടെയായിട്ട് ചില മാതാപിതാക്കൾ പറഞ്ഞ ചില സംഗതികൾ ഇപ്രകാരമാണ്. ഒരു പിതാവ് പറഞ്ഞു, എൻ്റെ മകന് വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ അവൻ ഓടി മുറിക്കകത്ത് കയറി ഒളിച്ചിരിക്കും. എത്ര വിളിച്ചാലും അവൻ വെളിയിലേക്ക് ഇറങ്ങി വരികയില്ല. മറ്റൊരു വിദ്യാർത്ഥി പറഞ്ഞ ഒരു സംഗതി, ക്ലാസ്സിൽ എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യേണ്ട സമയത്ത്, പേപ്പർ പ്രസൻറ്റേഷൻ്റെ സമയത്ത് വല്ലാത്ത വിറയിൽ അനുഭവപ്പെടും, ശരീരമൊക്കെ തളരും, ആ പേപ്പർ പ്രസൻറ്റേഷൻ നടത്തുവാനായിട്ട് സാധിക്കാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറും. മാതാപിതാക്കൾ പൊതുവെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വളരെ കരുതലുള്ളവരാണ്. അവരുടെ കുഞ്ഞുങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടെ വളർന്നു വരണം എന്നവരാഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അങ്ങനെ കാണാതെ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ദുഃഖവും പ്രയാസവും അതാണ് പലപ്പോഴും അവർ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിട്ടുള്ള ഒരു സംഗതി. അതുകൊണ്ട് ഇന്ന് ചർച്ചയ്ക്കായിട്ട് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയം, പൊതുവെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ളവർ അനുഭവിക്കുന്ന ഒരു ഷൈനസ് ഉണ്ടല്ലോ, ഒരു ലജ്ജാശീലം. ആ ലജ്ജ കൊണ്ട് അവർക്ക് മുൻപിലേക്ക് വരുവാനും വേണ്ട രീതിയിൽ ആളുകളുമായി ബന്ധപ്പെടുവാനും സാധിക്കാത്ത ഒരനുഭവം. ഈ ഷൈനസ് എങ്ങനെ ഉണ്ടാകുന്നു? ഈ ലജ്ജാശീലം എങ്ങനെ ഉണ്ടാകുന്നു? അതിന് ഏതൊക്കെ ഘടകങ്ങളാണ്? അത് എങ്ങനെ നേരിടാനായിട്ട് സാധിക്കും? അത് ഏതൊക്കെ രീതിയിൽ നമ്മളെ ബാധിക്കുന്നു? ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടായിരിക്കാം, കുറഞ്ഞപക്ഷം ചിലർക്കെങ്കിലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ആളുകളെ നേരിടുവാനായിട്ടും അവരോട് സംസാരിപ്പാനായിട്ടും അല്ലെങ്കിൽ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ ക്ലാസ്സിൽ നടത്തുമ്പോഴും ഇങ്ങനെ ഏതെങ്കിലും രംഗങ്ങളിൽ, അല്ലെങ്കിൽ വീട്ടിൽ പുതുതായിട്ട് വിരുന്നുകാർ വല്ലതും വരുമ്പോൾ അവരെ പോയി സ്വീകരിക്കുന്നതിന്, ഇങ്ങനെയുള്ള ഏതെങ്കിലും രംഗങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവമായിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് പറയാമോ? ഇതൊരു പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഷൈനസ് അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ വിഡ്രോ ചെയ്ത് പുറകിലേക്ക് മാറുന്നത്, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതെന്നെ പറയുന്നു, ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായി. അതിനെക്കുറിച്ച് ഒന്ന് വിവരിച്ച് പറയാം. എന്തുവാ സാധാരണ, ഏത് രംഗത്താണ്? ഭവനത്തിലാണോ, അതോ കോളേജിലാണോ, അതോ പുതുതായിട്ട് ആളുകളെ കാണുമ്പോഴാണോ? ഏത് രംഗത്താണ് ഇതുണ്ടായതെന്ന് പറയാമോ? കോളേജിലുണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ക്ലാസ്സിലല്ല, അല്ലാണ്ട് ഇങ്ങനെ സ്റ്റേജിലൊക്കെ വന്ന് പെർഫോം ചെയ്യാൻ നേരം ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. സ്റ്റേജിലൊക്കെ കയറി ഏതെങ്കിലും പ്രോഗ്രാം നടത്തുമ്പോൾ തനിയെ സ്റ്റേജിൽ വരികയാണെന്ന് വരികയിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ? എന്നാൽ കൂട്ടത്തിൽ നിൽക്കുന്ന ഉടനെ നമ്മളിതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേജിലോട്ട് കയറാൻ എനിക്കൊരല്പം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? പറഞ്ഞാട്ടെ. എനിക്കുണ്ടായിരുന്നു. ഇവിടെ പ്രസന്റേഷന് വേണ്ടി, ക്ലാസ്സിന് പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി. അതൊരു ചെറിയ ഇതിപ്പം വലിയ ആൾക്കാരായതുകൊണ്ട് സ്വല്പം ഇച്ചിരി ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ചെയ്യുമ്പോൾ അത് ശീലിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യ സമയത്തൊക്കെ ഈ പേപ്പർ പ്രസന്റേഷനൊക്കെ വരുന്ന ഉടനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയായിത്തീരും, എന്തുവായിത്തീരും, എങ്ങനെ ഞാൻ പ്രസന്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ചിന്ത ആദ്യമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അത് ക്രമേണ അതിനെ അതിജീവിക്കാനായിട്ട് സാധിച്ചു എന്നാ പറഞ്ഞത് അല്ലേ? അതിജീവിച്ച മാർഗം എന്താണെന്നുള്ളത് പിന്നീട് നമുക്ക് നോക്കാം. പൊതുവെ സാധാരണ പലർക്കും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആളുകളെ ഫേസ് ചെയ്യുന്നതിനും പ്രസന്റ് ചെയ്യുക. അത് വളരെ നോർമലാ. അതോർത്ത് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് വളരെ നോർമലായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് ഈ നോർമൽ ലെവലിൽ നിന്ന് അതിനപ്പുറമായ രീതിയിലുള്ള ഷൈനസ്. ഒരിക്കലൊരു കുഞ്ഞിനെയും കൊണ്ട് കൗൺസിലിങ്ങിന് വന്ന ഒരു പിതാവ് പറഞ്ഞ ഒരു സംഗതി,
ഇവനെ കൊണ്ട് ഞങ്ങൾ തോറ്റ അച്ഛാ. എന്താ, ഇവൻ മുറിക്കകത്ത് കയറി കതകടച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആര് വിളിച്ചാലും വെളിയിലോട്ട് വരത്തില്ല. പ്രത്യേകിച്ച് ആരെങ്കിലും വീട്ടിൽ വന്നാൽ ഇവൻ മുറിക്കകത്ത് തന്നെ ഇരിപ്പ, വെളിയിലോട്ട് വരത്തില്ല. വെളിയിലോട്ട് പിടിച്ച് വലിച്ചിറക്കിക്കൊണ്ട് വന്നാൽ പിന്നെ ഭയങ്കര കരച്ചിലാണ്. തിരിച്ചവൻ മുറിയിലോട്ട് കയറി പോകും. ഇത് വലിയ വിഷമം ഉണ്ടാക്കുന്നു. ഇതാണ് ഈ പിതാവ് വന്ന് പറഞ്ഞ സംഗതി. അത് നോർമലിനെക്കാട്ടിൽ അല്പം കൂടിയ സംഗതിയാണ്. സാധാരണ കുട്ടികൾക്ക് ആദ്യം വന്ന് മറ്റുള്ളവരെ ഒന്ന് കാണാനും റിസീവ് ചെയ്യാനും ഒക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നാൽ അതിലും അതീതമായിട്ട് ഒരിക്കലും മുറിയിൽ നിന്ന് ഇറങ്ങത്തില്ല, ആര് വന്നാലും കാണത്തില്ല. അവരെ കാണാനായിട്ടും സ്വീകരിക്കാനും നേരിടാനുമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇത് നോർമലിന് അതീതമായിട്ടുള്ള ഒരു ഷൈനസ്സാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കുട്ടികളിൽ ഷൈനസ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ലജ്ജാശീലം ഉണ്ടാകുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നോർമലായിട്ടുള്ളൊരു ലജ്ജ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് അവിടെ കിടന്നോട്ട്, അത് ആവശ്യമുള്ളതാണ്, കളയാൻ ശ്രമിക്കേണ്ട. എന്നാൽ അതിനപ്പുറമായ രീതിയിൽ ഇതുപോലെ ഒരു ലജ്ജാശീലം ഉണ്ടായാൽ, ഒരു ഷൈനസ് ഉണ്ടായാൽ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഫാമിലിയുമായിട്ട്, പേരൻസുമായിട്ട് കുട്ടിക്ക് അധികം ഇൻട്രാക്ഷൻ കാണത്തില്ല. അവര് വീട്ടിൽ തന്നെ കുട്ടിയായിട്ട് നല്ലൊരു ഇൻട്രാക്ഷൻ കൊടുത്ത് അവർ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുന്ന ആ രീതിയിൽ കൊണ്ടുവരുവാണെങ്കിൽ കുട്ടി കുറച്ചുകൂടി ഒരു ധൈര്യം കിട്ടും മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ. അതായത് ഇദ്ദേഹം പറയുന്നത് ഈ ഷൈനസ് ആരംഭിക്കുന്നത് മാതാപിതാക്കളുമായുള്ള ബന്ധത്തിലൂടെയാണെന്നാണോ പറയുന്നത്? ഒരു പരിധി വരെ മാതാപിതാക്കളാണ് ഇതിന്റെ ഉത്തരവാദികൾ. അവരിൽ നിന്നാണ് ഇവർ ഈ ലജ്ജാശീലം പഠിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം ഏതാണ്ട് ഇവിടെ ആരാണ്ട് പറയാൻ തുടങ്ങുകയായിരുന്നല്ലോ, എന്ന് പറഞ്ഞാട്ടെ. എന്തുവാ? കുട്ടികൾ ഇങ്ങനെ ആകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ടീച്ചേഴ്സ് ആണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു കുട്ടി നല്ല ആക്റ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ ബാക്കി കുട്ടികൾ അങ്ങോട്ട് കൊണ്ടുവരാതെ ഈ കുട്ടിയെ തന്നെ ഏത് കാര്യത്തിനും ടീച്ചേഴ്സ് വിളിക്കും. അപ്പം മറ്റു കുട്ടികൾക്ക് തോന്നും എന്ത് ചെയ്യാനുണ്ടെങ്കിലും അത് അവൻ ചെയ്തോളും അല്ലെങ്കിൽ അത് അവൾ ചെയ്തോളും എന്ന് ഇവർ പറയും. ടീച്ചേഴ്സ് ആണെങ്കിലും മറ്റു കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ, അതായത് അധ്യാപകരിൽ നിന്ന് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം പിന്തള്ളപ്പെട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അവരെന്നും ഇങ്ങനെ പിന്തള്ളപ്പെട്ടവരായിട്ട് നിൽക്കും. അവർക്ക് ഒരിക്കലും മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. അവർ രണ്ട് കാരണം കണ്ടു. ഒന്ന്, ഭവനത്തിൽ നിന്ന് ഇത് ആരംഭിക്കുന്നു. രണ്ട്, സ്കൂളുകളിൽ, കോളേജുകളിൽ അധ്യാപകരിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു ശീലം ഉണ്ടാകുന്നു. മറ്റേതെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു ശീലത്തിലേക്ക് വരുവാൻ ഏതെങ്കിലും കാരണങ്ങൾ സാധാരണ ഉണ്ടാകാറുണ്ടോ? ഇപ്പം മാതാപിതാക്കളെ കുറിച്ചും അധ്യാപകരെ കുറിച്ചും പറഞ്ഞു. കൂട്ടുകാർ മുഖാന്തരം മറ്റുള്ളവർ ഉൾവലിയുന്ന ഏതെങ്കിലും കാരണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഉണ്ടാകും. കൂട്ടുകാർ തമ്മിലും കൂട്ടുകാരുടെ പ്രശ്നത്തിലായാലും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം മാതാപിതാക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, സ്കൂളിൽ നിന്ന് മാത്രമല്ല, ഇപ്പൊ കൂട്ടുകാർ ചിലപ്പോൾ കളിയാക്കുകയാണെങ്കിൽ അത് കളിയാക്കുന്ന രീതിയിൽ എടുക്കാൻ പലർക്കും പറ്റില്ല. കൂട്ടുകാരുടെ കളിയാക്കലുകൾ അല്ലേ? ഒരു രീതി പറഞ്ഞാൽ കളിയാക്കലുകൾ അല്ലേ നമ്മളെ വളർത്തുന്നത്? അത് ഭൂരിഭാഗം പേർക്കും അങ്ങനെയായിരിക്കാം. പക്ഷെ ഒരു ചെറിയൊരു പക്ഷം ഉണ്ടാവും അത് കളിയാക്കുന്ന രീതിയിൽ എടുക്കാൻ പറ്റാത്തത്. അതൊരു ബാക്കിലേക്ക് പോകും. അതങ്ങനെ പിന്നെ കേട്ടുകൊണ്ടിരുന്നത്. അതായത് കൂട്ടുകാരുടെ കളിയാക്കലുകള് ചിലപ്പോൾ ചില ആളുകൾക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തില്ല. അത് കൂടുതലായിട്ട് അവരുടെ മനസ്സിൽ മുറിവുകൾ ഉണ്ടാക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ നിവൃത്തിയുള്ളത്തോളം കൂട്ടുകാരിൽ നിന്ന് ഉൾവലിക്കാനായിട്ട്. ഈ ഉൾവലിച്ചിലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ പ്രകൃത്യാ തന്നെ ഉൾവലിയുന്നവരാ. അവർ സാധാരണ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടോ ആളുകളുമായിട്ട് ഇടപെട്ടുകൊണ്ടോ ഇരിക്കത്തില്ല. അവർ നിവൃത്തിയുള്ളിടത്തോളം അവരുടേതായ ലോകത്തിലേക്ക് അങ്ങ് ഉൾവലിയും. അവരോട് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയും, അല്ലെ രണ്ട് വാക്കിൽ ഉത്തരം പറയും. കൂടുതലായിട്ടൊന്നും അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അവർ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി. എന്നാൽ മറ്റു ചിലരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, എപ്പോഴും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവർ കേട്ടാലും കേട്ടില്ലെന്ന് വരില്ല, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, തമാശ പറഞ്ഞുകൊണ്ടിരിക്കും, വർത്തമാനം ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള വ്യക്തിത്വം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അവരെ എക്സ്ട്രോവേർട്ട് എന്നാണ് പറയുന്നത്. അവർ രണ്ട് രീതിയിൽ പ്രധാന ഘടകങ്ങൾ ഈ വ്യക്തിത്വത്തിലുണ്ട്. ഒന്ന് ഇൻട്രോവേർട്ട്, മറ്റേത് എക്സ്ട്രോവേർട്ട്. ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഉൾവലിഞ്ഞ് അന്തർമുഖികളായിട്ടുള്ള വ്യക്തികളാണ് അവർ. അധികം സംസാരിക്കത്തില്ല.
അവർ സ്റ്റേജിൽ അധികം വരത്തില്ലെന്ന് മാത്രമല്ല, അവരധികം സംസാരിക്കത്തില്ല, അധികം ചിരിക്കത്തില്ല, ഒരു ഫീലിങ്ങും അവരധികം എക്സ്പ്രസ് ചെയ്യത്തില്ല. ഒരിക്കൽ ഒരു കുടുംബ കൗൺസിലിങ്ങിന് വന്ന ഒരു സ്ത്രീ പറയുമായിരുന്നു, എൻ്റെ ഫാദറെ, ഈ മനുഷ്യനോട് ഞാൻ എന്നാ പറഞ്ഞാലും ഈ ടെലിഗ്രാം അടിക്കുന്നത് പോലെയാ. ഇങ്ങോട്ട് ഒരു വാക്ക് യെസ്, നോ, ഉണ്ട്, ഇല്ല, ഇതിനപ്പുറമായിട്ട് ഒരു വാക്കും അദ്ദേഹം പറയത്തില്ല. ഞാനാണെന്ന് വരിയിൽ ഒന്ന് സംസാരിക്കാനായിട്ട് അടുത്ത് വരിക, ഇദ്ദേഹത്തിനൊന്നും സംസാരിക്കാനില്ല, പിന്നെ എങ്ങനെയാ എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ഒരു ഇൻട്രോവർട്ടും ഒരു എക്സ്ട്രോവർട്ടും തമ്മിൽ വിവാഹം കഴിച്ചാൽ, ഇപ്പോൾ ഭർത്താവ് ഇൻട്രോവർട്ടാ, ഭാര്യ എക്സ്ട്രോവർട്ടാ, എങ്ങനെയായിരിക്കും അവരുടെ കുടുംബജീവിതം? ഭാര്യ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, ഇദ്ദേഹം എപ്പോഴും നിശബ്ദനായിട്ടിരിക്കും. കുറേ കഴിയുമ്പോൾ ഈ ഭാര്യ നിരാശയുള്ളവളായിട്ട് മാറും. ഒടുവിൽ കുറച്ച് കഴിഞ്ഞ് ഈ ഭാര്യയും അങ്ങ് ഇൻട്രോവർട്ടായിട്ട് ചിലപ്പം മാറും. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് ഇവരങ്ങ് വലിയും. അങ്ങനെയുള്ള ചില കേസുകളുണ്ട്. ഈ ഇൻട്രോവർട്ട് എന്ന് പറയുന്നത് അല്ല ഷൈനസ് എന്ന് പറയുന്നത്. അത് വ്യക്തമാക്കാനായിട്ടാണ് ഞാനിത് വിശദീകരിച്ചത്. ചില ആളുകൾ ഇങ്ങനെ വർത്തമാനം പറയാതെ ഉൾവലിഞ്ഞിരിക്കുന്നത് ഒരു ഷൈനസ് ആയിട്ട് കാണുന്നുണ്ട്. അതല്ല, അത് ഇൻട്രോവർട്ട് പേഴ്സണാലിറ്റിയുടെ ഒരു അടയാളം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറയുന്ന, അല്ലെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ഷൈനസ് എക്സ്ട്രാവർട്ടിനും ഉണ്ടാകാം, ഇൻട്രോവർട്ടിനും ഉണ്ടാകാം, രണ്ട് കൂട്ടർക്കും ഉണ്ടാകുന്നത് ഈ ഷൈനസ്. ഇതിൻ്റെ ആരംഭം മുമ്പേ പറഞ്ഞു, ഭവനത്തിൽ നിന്നാണിത് ആരംഭിക്കുന്നത്. അതിൻ്റെ ചില ഉദാഹരണങ്ങളും അദ്ദേഹം പറഞ്ഞു. ഈ കുടുംബ പശ്ചാത്തലം, പ്രത്യേകിച്ച് നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡ്, 8 വയസ്സിന് മുൻപ് തന്നെ ഇതുപോലെയുള്ള രീതികളൊക്കെ നമ്മൾ പഠിച്ചിരിക്കും. അതാണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഫോർമേഷൻ്റെ ടൈം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങളെ ഷൈനസിലേക്ക് അല്ലെന്ന് വരികിൽ ഉൾവലിയലിലേക്ക് ഒക്കെ ആക്കി തീർത്തിട്ടുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾക്കൊന്ന് പറയാമോ? അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ടല്ലോ, പറഞ്ഞാട്ടെ. എനിക്കുണ്ടായിട്ടുള്ളതല്ല, ഞാൻ കണ്ടിട്ടുള്ളതാണ്. കണ്ട കാര്യം പറഞ്ഞ ഒരു കുട്ടിക്ക് ഇപ്പോൾ 6 വയസ്സുണ്ട്. അവന്റെ പാരന്റ്സ് അവന്റെ അടുത്തല്ല ഉള്ളത്. അവര് ജോലിക്കായിട്ട് അവരുടെ കാര്യത്തിനായിട്ട് പോയേക്കുക. അപ്പൊ ഈ കുട്ടിക്ക് അവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഇല്ല, അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. വിളിക്കും എന്തെങ്കിലും ഇപ്പൊ സ്കൈപ്പിൽ വരിക, അങ്ങനെയൊക്കെയാണ് ഇവർ കാണുന്നത്. അപ്പൊ ഈ കുട്ടിക്ക് ഇത് ഭയങ്കര അവനൊരു മാനസികമായിട്ട് അവനെ അത് വല്ലാതെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മാതാപിതാക്കളുടെ അവന്റെ കൂടെ ഇല്ലാത്ത അവരുടെ അഭാവം. അപ്പോ ഇത് മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ കൂടെ നിന്ന് അവരെ നോക്കുക, അവരുടെ ഒരു പ്രായം വരെ. അവരെ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഈ പയ്യൻ എന്നോ പറ്റി, അവനിപ്പം ബാക്കിയുള്ളവരെയൊക്കെ ഫേസ് ചെയ്യാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ മാറി പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ തന്നെ ഇവന് കുറച്ചു പേരെ കണ്ടു കഴിഞ്ഞാൽ അവൻ അവരുടെ ഒരു സദസ്സിലേക്ക് വരാൻ അവന് മടിയാ. അപ്പൊ ഇതിന് എനിക്ക് തോന്നിയ ഒരു കാര്യം, അവന്റെ പാരന്റ്സ് അവന്റെ കൂടെ ഇല്ല, അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു ഇതില്ല. ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, അവൻ്റെ മാതാപിതാക്കള് അവരുടെ കാര്യത്തിന് വേണ്ടി പോയിരിക്കുക എന്നൊരു വാക്ക് പറഞ്ഞു. അതെ, അപ്പൊ അവരുടെ കാര്യത്തിന് വേണ്ടി പോയിരിക്കുക എന്ന് പറഞ്ഞത് ഈ കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടിയൂടെ അല്ലയോ ഇവർ പോയേ? കുഞ്ഞല്ലേ അവർക്ക് ഏറ്റവും അവരുടെ എന്താന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അസറ്റാണ് ഈ കുട്ടി. അപ്പൊ കുട്ടിയല്ലേ ഈ കുഞ്ഞിനെ വളർത്താനായിട്ട് പണമില്ലെങ്കിലോ? പണമുണ്ട്, അവർക്ക് കൂടുതലായിട്ട് അവർക്ക് കൂടുതൽ പണം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ വിലപ്പെട്ട ഒരു സംഗതിയാണ്. ഈ കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തെക്കാൾ ഉപരിയായി പണത്തിന് പ്രാമുഖ്യം കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് കുറച്ച് കാശുണ്ടാക്കണം. കാശുണ്ടാക്കാൻ പോകുന്നുടനെ അവർക്ക് നഷ്ടപ്പെടുന്നത് കുഞ്ഞുങ്ങളാണ് എന്നുള്ളത് അവര് അറിയുന്നില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. വളരെ നല്ല ഒരു പോയിന്റാണ് ഇദ്ദേഹം പറഞ്ഞത്. അത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം ഈ കുഞ്ഞിന് വേണ്ട രീതിയിൽ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെടുവാനുള്ള അവസരം കിട്ടുന്നില്ലെങ്കിൽ ഇവൻ മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ പഠിക്കുകയില്ല. മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് ഇവൻ നിവൃത്തിയുള്ളിടത്തോളം മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ശ്രമിക്കും. ഈ സ്കൂളുകളിലെ കോളേജുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സഹപാഠികളിൽ നിന്ന് ഉണ്ടാകുന്ന ചില കമൻസൊക്കെ ഇതുപോലെ നമ്മളെ ഉൾവലിയാനും
മുൻപിലേക്ക് വരാതിരിക്കാനും ഒക്കെ ഇടയാക്കുമല്ലോ. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഏതോ പറയാനുണ്ടെന്ന്. സ്കൂളുകളിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും ഒരു ഫ്രണ്ട്സ് സർക്കിളിൽ ഇരിക്കുമ്പം ഒരാളെ മാത്രമായിട്ട് എപ്പോഴും ഫോക്കസ് ചെയ്ത് ഓരോ പരിപാടിക്ക് കയറ്റുമ്പം ബാക്കിയുള്ളവർക്കും ആഗ്രഹം കാണും ചിലപ്പം പറയണമെന്ന്. പക്ഷേ അവർക്ക് ചാൻസ് കിട്ടാത്തതുകൊണ്ടാവാം അവർ ചിലപ്പം മുമ്പോട്ട് വരാത്തത്. ചിലപ്പോൾ ചാൻസ് കിട്ടിയാലും മുമ്പോട്ട് വന്നാലും പറയുമ്പം ചിലപ്പം തെറ്റിപ്പോയിരിക്കും, പിന്നെ കളിയാക്കും. അങ്ങനെ ടീച്ചേഴ്സ് ആയാലും പറയും നീ ഇവ രണ്ട് ഘടകമായി ഇദ്ദേഹം പറഞ്ഞത്. അതായത് ആവശ്യമായ പ്രോത്സാഹനം അധ്യാപകരിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ ഇതുപോലെ പിന്തള്ളപ്പെടുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്. അവരെപ്പോഴും ഷൈനസിൽ ഈ പിന്തള്ളപ്പെട്ടവരായിട്ട് നിൽക്കും. അഥവാ ഏതെങ്കിലും കാരണത്താൽ സ്റ്റേജിൽ കയറി എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വരുത്തിയാൽ കൂട്ടുകാർ കളിയാക്കും. കൂട്ടുകാർ മാത്രമല്ല ടീച്ചേഴ്സും പറയും ശരിയായില്ല. കൂട്ടുകാർ മാത്രമല്ല ടീച്ചേഴ്സും കളിയാക്കത്തില്ല, പറയും ഇത് ശരിയായില്ല. അന്നേരം കുട്ടി തന്നെത്താനെ വിചാരിക്കും അയ്യോ ഇനി ഞാൻ കയറില്ല. ഒരു പ്രോത്സാഹനം തരേണ്ടതിന് പകരം അവരുടെ തെറ്റെടുത്ത് കൂടുതലായിട്ട് പറയും. അപ്പോൾ അവർ ഉൾവലിയാനായിട്ട് ഇടയാക്കും. ഇപ്പം വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് നിങ്ങൾ പറഞ്ഞത്. ഒന്ന്, ഇതുപോലെ ഒരവസ്ഥ ഉണ്ടാകുവാനുള്ള കാരണം ഞങ്ങളെ വളർത്തിയ മാതാപിതാക്കൾ ആവശ്യമായ കരുതലും സ്നേഹവും പ്രോത്സാഹനവും തരാത്തതാണ് ഒരു കാരണം. രണ്ടാമത്തേത്, ഞങ്ങൾ പഠിച്ചിരുന്ന വിദ്യാലയങ്ങളിൽ ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങൾക്ക് ആവശ്യമായ ഒരു പ്രചോദനമോ പ്രോത്സാഹനമോ തക്ക സമയത്ത് തരാത്തതാണ് മറ്റൊരു കാരണം. മൂന്നാമത്, ഞങ്ങളുടെ സഹപാഠികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത രീതിയിൽ ഞങ്ങളെ കളിയാക്കുമ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് വരുവാനുള്ള ഒരു ആത്മവിശ്വാസം ലഭിക്കുന്നില്ല. അതുകൊണ്ട് നിവൃത്തിയുള്ളിടത്തോളം ഉൾവലിയാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. അത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിൽ ഈ ഒരു അവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ട് ഇദ്ദേഹത്തിന് വല്ലതും ഉണ്ടാകുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരു അവസ്ഥ. എൻ്റെ പേരൻസ് എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഒരു കൊച്ചിൻ്റെ പേരൻസ് പുറത്ത് പോയി ജോലി ചെയ്യുന്നു. അന്ന് പേരൻസ് പിള്ളേരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ പപ്പയും മമ്മിയും രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്. ഞാൻ രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെ തന്നെയാണ്. എന്നാലും എനിക്ക് കിട്ടുന്ന എല്ലാ പ്രോത്സാഹനവും ആവശ്യമായിരിക്കുന്ന ഫെലോഷിപ്പും കരുതലും ഇതൊക്കെ എനിക്ക് നൽകുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ആയാലും എനിക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ടീവാണ്. എന്നാലും ഇപ്പോൾ എന്നോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഇതിൽ കയറി തന്നെ ചെയ്യാൻ പറഞ്ഞാൽ എന്നാലും എനിക്കൊരു പേടിയാണ്. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യും, അതല്ല എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് വരും. എനിക്ക് ഈ വേണ്ട കരുതലും ഇതെല്ലാം തന്നാലും തെറ്റിപ്പോകുമോ എന്നൊരു ഭയം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ നിവൃത്തിയുള്ളിടത്തോളം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കും. അട്ടെ, ഇദ്ദേഹത്തിന് എന്തോ ഇതിനെക്കുറിച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, പറഞ്ഞാട്ടെ. നമ്മുടെ റിലേറ്റീവ് ഇതിൻ്റെ മെയിൻ പ്രശ്നക്കാരാണ്. കാരണം അവരുടെ മക്കളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മളിൽ ഉണ്ടാവുന്ന ഒരു ഷൈനസ് അപ്പോഴാണ് ഉണ്ടാവുന്നത്. അതായത് മറ്റുള്ളവരുമായിട്ട് നമ്മളെ താരതമ്യം, മാതാപിതാക്കളും റിലേറ്റീവ്സും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ അവിടെ നമ്മളൊരു ഇൻഫീരിയോറിറ്റി അനുഭവിക്കും. ഞാൻ പോരാ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് വരാനൊക്കത്തില്ലല്ലോ. അവിടെ നമ്മൾ ഷൈനസോടുകൂടി പുറകിലേക്ക് മാറും. ഇദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, പറഞ്ഞാട്ടെ. എക്സാമ്പിളായിട്ട് പറഞ്ഞാട്ടെ. അപ്പം ഒരു വ്യക്തിയെ ഒരു സ്റ്റേജിൽ വിളിച്ചിട്ട് ഒരു പാട്ട് പാടാൻ പറയുക. അപ്പോൾ പാട്ട് പാടുന്ന സമയത്ത് കുറച്ച് പാടി കഴിയുമ്പോഴത്തേക്കും പാട്ട് മറന്നു പോവുകയാണെങ്കിൽ അത് അയാൾക്കൊരു ഫീലിംഗ് ആയിട്ട് വരും. പിന്നെ അത് ഒരിക്കലും സ്റ്റേജിലോട്ട് കയറാനൊരു അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളവരെ കുറിച്ച് അറിയാം. പിന്നെ അവർ വീണ്ടും സ്റ്റേജിലേക്ക് ഒരിക്കലും വന്നിട്ടില്ല. ഒരു പരാജയം വന്നപ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാനായിട്ട് ഇടയായി എന്നാ പറയുന്നത്, അല്ലേ? അവിടെ നിങ്ങൾ പറയുന്ന സംഗതികളൊക്കെ വളരെ പ്രധാനപ്പെട്ട ജീവിതാനുഭവമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നിങ്ങൾ പറയുന്നത്. മാതാപിതാക്കളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, നമ്മുടെ സഹപാഠികളിൽ നിന്ന് ഒക്കെ ആവശ്യമായ രീതിയിലുള്ള പ്രോത്സാഹനവും പ്രചോദനവും ഒക്കെ കിട്ടാതെ വരുമ്പോൾ വേണ്ട രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആത്മവിശ്വാസം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ പിന്തള്ളപ്പെടും. പ്രത്യേകിച്ച് മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്ത് സംസാരിക്കുമ്പോൾ അത് നമുക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മുടെ ഉള്ളിലുണ്ടാകും. സ്റ്റേജിൽ എവിടെയെങ്കിലും കയറി ഒരബദ്ധം പറ്റിയാൽ അത് എടുത്തു പറഞ്ഞ് കളിയാക്കുമ്പോൾ പിന്നീട് ഒരിക്കലും സ്റ്റേജിൽ കയറാൻ ഒക്കാതെ വേണം നമ്മൾ പിറകിലേക്ക് പോകും. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ പിറകിലേക്ക് പോകുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകമെന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന സംഗതി വളരെ കുറവാണ് എന്നുള്ളതാണ്. അതായത് നമുക്ക് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവല്ല. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ
ഹൗ ഐ ഫീൽ അബൌട്ട് മൈസെൽഫ്, എന്നെക്കുറിച്ച് എനിക്കുള്ള ഫീലിംഗ്, ആ ഫീലിംഗ് വളരെ താണതാണെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് വരാൻ ഒക്കത്തില്ല. നമ്മൾ പിറകിലേക്ക് പോവുക മാത്രമേ ചെയ്യത്തുള്ളൂ. എനിക്ക് എന്നെക്കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നത് എൻ്റെ സെൽഫ് എസ്റ്റീമിൽ നിന്നാണ്. അങ്ങനെയാണെന്ന് വരികിൽ നമ്മളൊരു കാര്യം ചെയ്യണം. ഒന്നാമത്, നമ്മുടെ ഷൈനസ് മാറി മുൻപിലേക്ക് വരണമെങ്കിൽ എന്നെ കൊള്ളാം എന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. ഐ ആം ഗുഡ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ പറയണം. 2, ഇദ്ദേഹം പറഞ്ഞതുപോലെ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റ് വരുത്തിയാൽ പിന്നെ ആയുസ്സിൽ ശരിയാക്കാൻ എന്നെക്കൊണ്ട് ഒക്കുകയില്ല എന്നുള്ള ചിന്താഗതി മാറണം. മാറിയിട്ട് എനിക്ക് തെറ്റു വരുത്തുവാനുള്ള അവകാശമുണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും തെറ്റു വരുത്താത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്ന് വരെ ജീവിതത്തിൽ ഒരു മനുഷ്യനെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ആദം ഹൗവയുടെ കാലം മുതലേ തെറ്റ് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ തെറ്റിന്റെ അംശമുണ്ട്. നമ്മൾ തെറ്റുകളൊക്കെ ചെയ്യും. അപ്പോൾ സ്റ്റേജിൽ കയറിയാൽ ഇച്ചിരി പാകപ്പിഴകളൊക്കെ ഉണ്ടാക്കാനുള്ള അനുവാദം നമുക്കുണ്ടോ? ഇപ്പം നമ്മളിവിടെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ എല്ലാ കാര്യത്തിനോടും എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ പേരൻസിന്റെ കുറ്റം, അധ്യാപകരുടെ കുറ്റം, അങ്ങനെയെല്ലാം പറഞ്ഞു. പക്ഷെ ഇതിലെല്ലാം കാരണം നമ്മൾ തന്നെയല്ലേ. നമ്മൾ തെറ്റ് എന്ന് കരുതി നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി മറ്റൊരു കുറ്റം കൂടിയാണ് നമ്മൾ പറയാൻ വരുന്നത്. ഇവരെല്ലാം പേരൻസിന്റെ കുറ്റം പറഞ്ഞു, അധ്യാപകരുടെ കുറ്റം പറഞ്ഞു, സഹപാഠികളുടെ കുറ്റം പറഞ്ഞു. ഇദ്ദേഹം പറയാൻ പോകുന്നത് നമ്മുടെ തന്നെ കുറ്റം. നമ്മുടെ തന്നെ കുറ്റമല്ലേ. നമ്മുടെ പവറിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ ആ പ്രവൃത്തി ചെയ്തിട്ട് ഇറങ്ങിപ്പോരണം. അല്ലാതെ മറ്റുള്ളവരുടെ കളിയാക്കില് നമ്മൾ അതിൽ വഴുതി വീഴരുത്. നമുക്കത് അടുത്ത പ്രാവശ്യം ഏൺ ചെയ്യാം. ഈ പറഞ്ഞവരെ കൊണ്ടെല്ലാം നമുക്ക് തന്നെ തിരിച്ചു പിടിപ്പിക്കാൻ നമ്മൾക്കൊരു പവർ ഉണ്ടെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. അപ്പോൾ മാതാപിതാക്കളുടെയോ ഗുരുക്കന്മാരുടെയോ അധ്യാപകരുടെയോ എല്ലാം ആരുടെയും ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല. നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇദ്ദേഹം പറഞ്ഞ വളരെ നല്ലൊരു സംഗതിയാ. നമുക്ക് തന്നെ നമ്മുടെ തെറ്റിനെ പരിഹരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. എനിക്ക് ഇവരുടെ ആരുടെ ആവശ്യമില്ല, എനിക്ക് തന്നെ എന്നെ തന്നെ ശരിയാക്കാൻ സാധിക്കും. എന്നാൽ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മനുഷ്യരുമായുള്ള ബന്ധത്തിലാണ് നിലനിൽക്കുന്നത്. ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയില്ല. കാരണം മാതാപിതാക്കൾ നമ്മളെ ഒരു പരിധി വരെ അവർ സഹായിക്കും. കുട്ടിക്കാലത്തായിരിക്കും മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ സഹായിക്കുക. അത് കഴിയുമ്പോൾ എത്രയോ എക്സാമ്പിൾ ഉണ്ട്. കുട്ടിക്കാലത്ത് നല്ല നല്ല പ്രവർത്തികൾ, നല്ല നല്ല പ്രോത്സാഹനങ്ങളും പ്രോഗ്രാംസും ചെയ്ത പിള്ളേര് വഴുതി പോയിട്ടുണ്ട് മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞ്. അങ്ങനെ എത്രയോ എക്സാമ്പിൾസ് നമ്മുടെ ഈ ലോകത്ത് തന്നെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസമുണ്ട്, നമുക്ക് നമ്മളിൽ തന്നെ ഒരു പവർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇദ്ദേഹം പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ പറയും. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞുകൊണ്ട് യോജിക്കുന്നില്ല. കാരണം വെച്ചാൽ നമ്മളെ തന്നെ നമ്മൾ ഞാൻ നല്ലതായിട്ട് പറയും, നല്ലതായിട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ചെയ്ത എത്ര വട്ടം സ്റ്റേജിൽ കയറി പറയും. 1 വട്ടം പറയും, 2 വട്ടം പറയും, 3 വട്ടം പറയും. പിന്നെയും ആ ആൾക്കാർ എന്നെ പിന്നെയും പോവാൻ തുടങ്ങും. നമ്മൾ എന്തായാലും റിയാക്ഷൻ നമ്മുടെ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്നാണ് വരണ്ടേ. അവരെന്തായാലും റിയാക്ട് ചെയ്ത് തുടങ്ങും. എത്ര വട്ടം പറയും? ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ എല്ലാ കാര്യത്തിനും. അപ്പൊ ഇദ്ദേഹം പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. അതിന്റെ ഒരു മറുവശമാ പറഞ്ഞു. അതിനെ കൗണ്ടർ ചെയ്യാൻ ഏതാണ്ട് പറഞ്ഞല്ലോ. 100% അവര് പറയുന്നത് നമ്മളുടെ വാക്കാണോ അതോ അവര് പറയുന്ന വാക്കാണോ ശരി എന്ന് നമ്മൾ കുറച്ചു നേരം ആലോചിക്കും. അവരുടെ വാക്കിനോട് നമ്മൾ ശരി എന്ന് പറയുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് തന്നെ നഷ്ടമാകുന്നത്. നമ്മുടെ വാക്ക് ശരി, അതായത് നമ്മൾ ഇനി ഏൺ ചെയ്യുന്നുള്ള നമ്മുടെ 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. എബ്രാഹിം ലിങ്കൺ, അമേരിക്കയിലെ എത്ര പ്രസിഡന്റ്, അമേരിക്കയിലൊക്കെയുള്ള എബ്രാഹിം ലിങ്കൺ, അതായത് മാതാപിതാക്കളുടെ സഹായം ഉണ്ടായിരുന്നു. അവർക്ക് ചെറുപ്പത്തിൽ എത്രയോ ദാരിദ്ര്യം അനുഭവിച്ച് അവർ വളർന്നേ. അവർക്കൊരു വിശ്വാസമുണ്ട്. ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. അതിനെ കൗണ്ടർ ചെയ്ത് ഇദ്ദേഹം മറ്റൊരു ആസ്പെക്റ്റാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ 2 പേരും പറഞ്ഞതിൽ കാര്യമുണ്ട്. 2 പേരും പറഞ്ഞത് ഒരു പരിധി വരെ ശരിയാണ്. കാരണം ഒരു കാര്യത്തിൻ്റെ 2 വശങ്ങളാണ് നിങ്ങൾ പറഞ്ഞ 2 ആംഗിളിൽ നിന്നുകൊണ്ടാണ് അതിനെ കാണുന്നത്. മാതാപിതാക്കളും അധ്യാപകരും നമ്മുടെ സഹപാഠികളും നമ്മളോട് ഒരുപാട് സഹകരിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിച്ചെങ്കിലേ നമ്മുടെ വ്യക്തിത്വം ശരിയായ രീതിയിൽ വരത്തുള്ളൂ. ഇദ്ദേഹം പറഞ്ഞത് ഞാൻ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം എടുത്തെങ്കിലേ ആ വ്യക്തിത്വം ശരിയാകത്തുള്ളൂ. ഇവരെല്ലാം പ്രോത്സാഹിപ്പിച്ചെന്നിരിക്കും, പക്ഷെ ഞാൻ ഉത്തരവാദിത്വം എടുക്കുന്നില്ല എന്ന് വരികിൽ നമുക്ക് ശരിയാകാൻ ഒക്കെയില്ല. അതാണ് ഇദ്ദേഹം ഊന്നി പറഞ്ഞ സംഗതി. അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ തെറ്റാ ചെയ്യുന്നത് തെറ്റെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇപ്പം ഞാൻ തെറ്റാ ചെയ്യുന്നത്, പിന്നെ അവർ പറയുന്ന അവരുടെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ പിന്നെ തെറ്റ് തന്നെ ചെയ്യുവാണെങ്കിൽ അത് ഒരിക്കലും ശരിയാവില്ല. ഈ തെറ്റും ശരിയും അവരവർ തന്നെ നിശ്ചയിക്കാൻ തുടങ്ങുമ്പോഴാണ് എല്ലാം തെറ്റായിട്ട് മാറുന്നത്.
തെറ്റും ശരിയും നിശ്ചയിക്കുന്നതിന് നമുക്കൊരു പാരാമീറ്റർ ഉണ്ട്. അതിനെ ബേസ് ചെയ്താണ്, അതായത് സമൂഹത്തിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, നിയമങ്ങളുണ്ട്. അതിനെ ബേസ് ചെയ്താണ് തെറ്റോ ശരിയോ നമ്മൾ നിശ്ചയിക്കും. അപ്പോൾ ഓരോരുത്തരും തെറ്റും ശരിയും നിശ്ചയിക്കാൻ തുടങ്ങിയാൽ എല്ലാം കുഴപ്പത്തിലായിട്ട് മാറുകയുള്ളൂ. ഓക്കെ, ഇത് എന്താ പറയാനായിട്ടാണ്? പറഞ്ഞാട്ടെ. എനിക്ക് പറയാനുള്ളത്, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നത് പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ 3 എണ്ണമാണ്. കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് ടീച്ചേഴ്സ്, പിന്നെ വരുന്നതാണ് കൂട്ടുകാർ എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിയുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കാനായിട്ട് ഇവർക്ക് 3 പേർക്ക് സാധിച്ചില്ലെങ്കിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കാൻ ഇവർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതായത് ഈ 3 കൂട്ടരും ഈ വ്യക്തിയുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നതിൽ പങ്ക് വഹിക്കുന്നുണ്ട്. സാധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ശരിയല്ല, പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷെ അത് ഏത് രീതിയിലുള്ള പങ്കാണെന്ന് ഈ റിസൾട്ട് കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ചിലപ്പോൾ ഒരു പോസിറ്റീവ് ഡെവലപ്മെൻ്റ് ആകും, ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഡെവലപ്മെൻ്റ് ആകും. ഈ നെഗറ്റീവ് ഡെവലപ്മെൻറ്റിനും ഇവരുടെ ഈ പങ്ക് വളരെ വ്യക്തമാണ്, പോസിറ്റീവ് ഡെവലപ്മെൻറ്റിനും ഈ പങ്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ പങ്കെന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ അത് എങ്ങനെ ഞാൻ എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, നമുക്ക് വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെയായിരുന്നു, എൻ്റെ അധ്യാപകർ ഇങ്ങനെയായിരുന്നു, എൻ്റെ സഹപാഠികൾ ഇങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെയുള്ള ആളായിരിക്കണം അത് ഞാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടതല്ലേ. ആ തീരുമാനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് മുമ്പേ പറഞ്ഞതായിട്ടുള്ള വിവിധ മേഖലകളെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം നിശ്ചയിക്കണം, ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ചിലപ്പോഴൊക്കെ തെറ്റുകൾ വരുത്താനുള്ള അവകാശമുണ്ട്. തെറ്റു വരുത്താനുള്ള അവകാശത്തെ ഞാൻ അംഗീകരിക്കുമ്പോഴാണ് എൻ്റെ തെറ്റ് കുറയുന്നത്. തെറ്റൊരിക്കലും ഞാൻ വരുത്തരുതെന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്റ്റേജിൽ കയറാൻ ഒക്കത്തില്ല. ഞാൻ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ, ഇറങ്ങി വരുമ്പോൾ അവരെന്നെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്, അവരുടെ മുൻപിൽ ചെല്ലാൻ ഞാൻ പ്രസൻറ്റബിൾ ആണോ എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും മുറിയിൽ നിന്ന് വെളിയിൽ വരാൻ ഒക്കത്തില്ല. അവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നാം നമ്മോട് തന്നെ എന്തു പറയുന്നു, ഞാൻ എന്നെ എങ്ങനെ കാണുന്നു. എന്നെ സ്വയം കാണുവാനായിട്ട് സഹായിച്ചിരുന്ന ഘടകങ്ങളാണ് എൻ്റെ കുടുംബം, എൻ്റെ അധ്യാപകർ, എൻ്റെ സഹപാഠികൾ, എൻ്റെ സമൂഹം. അവരൊരു പക്ഷം വരികിൽ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ നിങ്ങളെ കാണുവാൻ സഹായിച്ചു എന്ന് വരാം. അതിൻ്റെ ഫലമായിട്ട് നെഗറ്റീവായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഷൈനസ്, വിഡ്രോവൽ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ഇപ്പം നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു സംഗതി, ആ ഘടകങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോൾ എൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് എനിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എനിക്ക് ആളുകളുമായി ബന്ധപ്പെടുവാനുള്ള ആത്മവിശ്വാസം വളർത്തുക എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയുമെന്നുള്ളതല്ല, ഞാൻ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് എനിക്ക് ഏറ്റവും പ്രധാനം. ഞാൻ എന്നെക്കുറിച്ച് ഐ ആം ഗുഡ് എന്ന് പറയുവാൻ ഇടയാകണം. കാരണം ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എല്ലാവരെയും നല്ല വിലയുള്ളവരായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്ന് വരികിൽ ഞാൻ എന്നെക്കുറിച്ച് ആത്മാഭിമാനമുള്ളവനാകണ്ടേ. മറ്റുള്ളവർ പറയുന്നതിൻ്റെ കാഴ്ചപ്പാടിൽ മാത്രം എന്നെ കണ്ടാൽ എങ്ങനെ എൻ്റെ ആത്മവിശ്വാസം വളർത്താൻ ഒക്കും? അതുകൊണ്ട് ദൈവം വിലയുള്ളവനായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. സോ ഐ ആം ഗുഡ്. ഇന്നത്തെ ബി പോസിറ്റീവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ബി പോസിറ്റീവ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. ഇനി വീണ്ടും കാണുന്നത് വരെയും എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്ക് നേരുന്നു. ബി പോസിറ്റീവ്.